ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് കുറച്ച് കമൻസ് ഇടയ്ക്ക് ഒരു വീഡിയോയിലല്ല പല വീഡിയോസിലായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ കമൻറ്റുകളൊക്കെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ചോദിക്കണമെന്നോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയിട്ടുള്ള ഡൗട്ടുകളായിരിക്കാം. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആയിഷ റാഫി പറഞ്ഞിരിക്കുന്നത് ബീഡ്സിൻ്റെ അടുത്ത് കൂടി ത്രെഡ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, അത് കുടുങ്ങിപ്പോകുന്നു എന്നാണ് ആയിഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കായിട്ടാണ് ഈ വീഡിയോ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സാധാരണ നോർമൽ സ്വീങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടല്ലോ അടിയിൽ ഞാൻ എങ്ങനെയാണ് ത്രെഡ് പിടിച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നീഡിലിൻ്റെ സൈസ് 14 ആണ്. ഇത് പോകണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുക്കുന്നു, കണ്ടല്ലോ. എടുത്ത ശേഷം ബീഡ്സ് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് കോർത്ത് നമ്മുടെ അടിയിലത്തെ ത്രെഡ് ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്, കണ്ടോ. അതൊന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അവിടെ ആ ബീഡ്സിനോട് അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, ത്രെഡ് താഴേക്ക് ഇറക്കി, നീഡിൽ താഴേക്ക് ഇറക്കി, കണ്ടോ നീഡിൽ എത്രത്തോളം ഇറങ്ങുന്നുണ്ടെന്ന് അത്രയും, അതായത് അതിൻ്റെ ആ താഴോട്ട് ഇറങ്ങുന്ന അത്രയും ഭാഗം ഇറക്കിയിട്ട് വേണം അടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ത്രെഡ് എടുത്ത് മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കായാലും കണ്ടോ ഇത്ര ദൂരം നമ്മളിങ്ങനെ ത്രെഡ് ഒന്ന് അകത്തേക്ക് ആക്കണം ആ നീഡിലിൻ്റെ. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുരുങ്ങി പോകുന്നത് അധികം വരാതിരിക്കും. ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അത് ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. കണ്ടോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രെഡ് എടുത്ത് കണ്ടോ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ നീഡിലിനകത്തേക്ക് ത്രെഡ് പോയത് കണ്ടോ, അതുപോലെ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിലോട്ട് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ബീഡ്സ് തമ്മിൽ ഗ്യാപ്പ് വരും. അപ്പം ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് പ്രശ്നം വരത്തില്ല. കണ്ടോ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പേരില്ല, അക്കൗണ്ടിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ഫുട്ബോൾ സ്റ്റാറ്റസ്. അപ്പോൾ അയാൾ ചോദിച്ചിരിക്കുന്നത് ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാ സീം ത്രെഡും നമ്മുടെ ആരി വർക്കിൻ്റെ നീഡിൽ 14 ബിഗിനേഴ്സ് എല്ലാവരും 14 നമ്പർ ബീഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പോപ്ലിൻ കോട്ടൺ എന്ന് പറയുന്ന തുണിയുണ്ട്, ക്ലോത്ത്. അപ്പം അത് വാങ്ങി ചെയ്യുക. അത് വാങ്ങി ചെയ്യാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ത്രെഡ് നമ്മുടെ ഇപ്പം സാധാ ജോർജറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണികളിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇഴയുണ്ടല്ലോ, നൂലിഴ, നമുക്ക് ചിലപ്പം ഈ നീഡിലിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പോപ്ലിൻ കോട്ടൺ കുറച്ചുകൂടെ കട്ടിയുള്ള നല്ല കോട്ടൻ്റെ തുണിയായതിനാൽ എന്ത് ചെയ്യില്ല, അതങ്ങനെ വരില്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രെയിമും പല സൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ സൈസിൽ വാങ്ങി നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ സൈസൊക്കെ വാങ്ങിക്കുക. നിങ്ങൾ ആദ്യം സാധാ ത്രെഡിൽ ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് സെറി ത്രെഡിൽ ഉപയോഗിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് സിൽക്ക് ത്രെഡുണ്ട്, നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറിയുടെ ത്രെഡ്, അപ്പോൾ അതും കൂടെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അത്യാവശ്യം വേണ്ട ഇത് ബേസിക് ആയിട്ടുള്ളത് ഇത്രയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഡ്സ്, അങ്ങനെ ബാക്കി നമ്മുടെ ആ സ്റ്റാർട്ടിങ് പഠിച്ചതിന് ശേഷം ബാലൻസൊക്കെ. അടുത്തത് പ്രിയ ചോദിച്ചിട്ടുണ്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നത് ഏത് ത്രെഡ് ഉപയോഗിച്ചാണെന്നാണ്. അപ്പോൾ ബീഡ്സ് വർക്ക് ചെയ്യാൻ മുമ്പൊക്കെ ഉപയോഗിക്കുന്നത് സെറി ത്രെഡാണ്. എന്നാൽ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാ സീയിങ് ത്രെഡാണ്. മറ്റേ സെറി ത്രെഡിനേക്കാളും കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും നമ്മുടെ സാധാ സീയിങ് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ആയിഷ റാഫി എന്നെ ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, ബീഡ്സ് കളർ പോകുന്നു, നല്ല ബീഡ്സ് ഏതാണെന്ന്. ബീഡ്സ് മിക്കവാറും പല ക്വാളിറ്റിയിലാണ് വരുന്നത് പല കടകളിലും. അപ്പോൾ നമുക്ക് നല്ലതാണെന്ന് ഉറപ്പിച്ച് പറയാൻ
ബീഡ്സ് അങ്ങനെ സാധിക്കാറില്ല. പിന്നെ നമ്മൾ പോയി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ കറുത്ത ബീഡ്സ് ഉണ്ടല്ലോ, കറുത്ത കളറല്ല, ഞാൻ ഇവിടെ സൈഡിൽ പിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ കളറ് ബീഡ്സ് വാങ്ങാതിരിക്കുക. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു നനപ്പിന് തന്നെ 1-2 നനപ്പിന് തന്നെ നന്നായിട്ട് കറക്കും. അങ്ങനെ കണ്ടോ, ഈ ബീഡ്സാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ്. കണ്ടോ നമ്മുടെ ഗോൾഡൻ കളർ കണ്ടോ, ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. എനിക്കിതുവരെയും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത എടുത്തുനിന്നും ഇതുവരെയും ബീഡ്സ് വെളുക്കുന്നതെന്നും പറഞ്ഞ് ഇതുവരെയും കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നോട്ട് ഇടുന്നതിനെ പറ്റിയും സംശയം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പം നോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം ബാലൻസ് ത്രെഡ് വരുമല്ലോ, അതെങ്ങനെയാണ് താഴേക്ക് ഇറക്കുന്നതെന്നാണ് ഇന്ന് പറയാം. കണ്ടോ ബാലൻസ് ത്രെഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഈ കാണുന്ന രീതിയിൽ തന്നെ കണ്ടോ കൈ വെച്ചിരിക്കുന്നുണ്ടല്ലോ ത്രെഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് നമുക്ക് താഴേക്ക് ഇറക്കേണ്ട ത്രെഡിൻ്റെ അടുത്തുനിന്ന് തന്നെ താഴേക്ക് നീഡിലിറക്കി ആ ത്രെഡ് മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് ത്രെഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൈ ഇരിക്കുന്നുണ്ടല്ലോ, ആ 2 ത്രെഡിലും താഴെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ എടുത്ത ത്രെഡിനകത്തേക്ക് അവിടെയുള്ള ത്രെഡ് കയറ്റിയ ശേഷം താഴത്തേക്ക് നമ്മുടെ കണ്ടല്ലോ ആ ത്രെഡ് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതുപോലെയാണ് നോട്ടിടുന്നത്. നോട്ടിടാൻ അറിയാത്തവർക്ക് ഒന്നും കൂടെ ഇതിനേക്കാളും ക്ലിയറായിട്ട് വേറെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. കണ്ടോ ഇപ്പോൾ ഇത് താഴേക്ക് ഇറക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടോ ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് അതായത് നീഡിൽ താഴേക്ക് ഇറക്കി ഈ കാണുന്ന രീതിയിൽ തന്നെ മുകളിലേക്ക് ത്രെഡ് എടുത്തു. അപ്പോൾ നമ്മുടെ താഴത്തെ കൈ നോക്കിക്കോണം. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മുടെ ത്രെഡ് കണ്ടോ താഴേക്ക് വലിക്കുന്നുണ്ട്. ഇത് ഊരിക്കഴിഞ്ഞ ശേഷം അത് വലിക്കുമ്പോഴത്തേക്ക് കണ്ടോ അതങ്ങ് താന്നു പോകും, ആ ത്രെഡ് അങ്ങ് താന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നിങ്ങൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വിസിബിളായിട്ടുള്ള ക്ലോത്ത് എടുത്തത്. അടുത്ത് ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളവർക്ക്, ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം അവിടെ ആയിട്ട് ഒന്ന് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കണ്ടു ഇതുപോലെ അടയാളപ്പെടുത്തുക. നിങ്ങൾ കറക്റ്റ് അളന്നിട്ട് വേണം, അതായത് ഒരേ അളവിന് വേണം അടയാളപ്പെടുത്തി എടുക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതുപോലെ ത്രെഡ് മുകളിലേക്ക് എടുത്ത ശേഷം കണ്ടോ അവിടെ ഒരു ബീഡ് ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഒരു ബീഡ് കോർത്ത് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും സ്റ്റിച്ചെടുത്ത് ഇനി അടുത്ത ബീഡ്സിൻ്റെ അവിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നു. അടുത്ത് ഞാൻ ഈ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ ഇതിപ്പോൾ അടുത്ത് ഇതുപോലെ അടുത്ത ബീഡ്സ് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലും കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്ക് ഇത് ഉപകാരമായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മുമ്പ് ആരതി ചോദിച്ചിരുന്നു അരി വർക്ക് ചെയ്യാൻ ക്ലോത്തിൻ നെക്കും സ്ലീവും മാർക്ക് ചെയ്ത് കാണിക്കാമോ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ബ്ലൗസിൻ്റെ നെക്കും സ്ലീവും എല്ലാം അടയാളപ്പെടുത്തുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി നോക്കിയിട്ട് കണ്ടു നോക്കുക. മാത്രമല്ല വേറെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ആരതിയുടെ തന്നെ ആരി വർക്ക് വേണമെന്നും പറഞ്ഞ്. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ആരി ക്ലാസ് വേണമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ക്ലാസ്സുകൾ ഇട്ടു. പിന്നെ ഇനി തുടർന്ന് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഇടാം കേട്ടോ. പിന്നെ കുറച്ച് പേര് യൂസ്ഫുൾ വീഡിയോ, സൂപ്പർ ക്ലാസ്, നന്നായി മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്ത് പറയാ, നിങ്ങളൊക്കെ ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റുകളിട്ട് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടെയാണ്. നമുക്കിത് വേണമെങ്കിൽ നെക്കിലോ അല്ലെങ്കിൽ ഷോളിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബീഡ്സ് വർക്ക് വലുതായിട്ട് അറിയാത്തവർക്ക്
നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്ത് പരീക്ഷിക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ബീഡ്സ് വേണ്ട, ആദ്യം കുറച്ചിങ്ങനെ അകത്തി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.